മൂല്യമുള്ള ഫിലിമാണ്. 48 ഫിലിം ഫെസ്റ്റിവലിൽ പോയ മൂവിയാണ്. ഈ പടം കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. വുമൺ എംപവർമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഒരു ഔട്ട് ഓഫ് ബോക്സ് അൺകൺവെൻഷണൽ ഓഫ്ബീറ്റ് മൂവിയാണ്. ഇങ്ങനത്തെ ചെറിയ ലോ ബഡ്ജറ്റ് നല്ല കട്ടന്ന സിനിമകളാണ് എൻകറേജ് ചെയ്യുന്നത്. കുറച്ച് ഒരു വുമൺ എംപവർമെൻറ്റ് ടീം കാണിക്കുന്നുണ്ട്. ടെക്സ്റ്റ് പ്രദർശനം കാണിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കി മിക്ക ആർട്ട് മൂവീസും ടെക്സ്റ്റ് ടോപ്പിക്കേ മാറുന്നത്. അത് മനസ്സിലാക്കുന്നത് നല്ലൊരു മൂവിയാണ്. എല്ലാം തിയേറ്ററിൽ കാണുക. ഇങ്ങനത്തെ ചെറിയ പടങ്ങൾ എൻകറേജ് ചെയ്യുക. ഇങ്ങനത്തെ പടം കാണാൻ ആവശ്യം. വെരി ടച്ചിങ്. ആക്ച്വലി എനിക്ക് തന്നെ അറിയാം പേഴ്സണലി എത്ര കുട്ടികൾ ഇങ്ങനത്തെ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോകുന്നത്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ് ആക്ച്വലി ഒരു മൂവി. അങ്ങനത്തെ ഒരു ട്രോമയിൽ കൂടെ പോകുന്ന എല്ലാവരും മനസ്സിൽ ടച്ച് ചെയ്യുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ കുറേ കാലത്തിന് ശേഷം നല്ലൊരു മൂവി ഇപ്പോൾ കണ്ടു. അപ്പോൾ അതിൽ സ്വീറ്റി ചെയ്ത റോളും എല്ലാവരും ആ കുട്ടിയാണെങ്കിലും ആ ലീഡ് റോൾ ചെയ്ത് വെരി അമേസിങ്. നല്ലൊരു പെർഫോമൻസ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ട ഒരു മൂവി തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ട്രോമ എന്ന സമൂഹത്തിൽ നടക്കുന്ന കുറേ മെസ്സേജസ് ഈ മൂവി കൂടെ അവർ പാസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. ഞാൻ സ്വീറ്റിൻ്റെ ഫ്രണ്ടാണ്. സ്വീറ്റിക്ക് വേണ്ടി വന്ന പക്ഷെ വന്നത് നഷ്ടമായില്ല. എന്താ പറയുക, ഇതൊരു സിനിമയാണ്. ഇതിലുള്ളവരെ ക്യാരക്ടേഴ്സാണ്. കുറച്ചുകൂടെ സ്വന്തം അനുഭവങ്ങളോടുകൂടെ വന്നതാണ് സ്വീറ്റിയൊക്കെ. എന്ന് പറഞ്ഞ അവരഭിനയിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. ശരിക്കും ഇതിലൊരു ഡ്രോമ ഉണ്ട്. അത് ഇതിൽ പറഞ്ഞ പോലെ തീരില്ല. ആ ഡ്രോമ ലൈഫ് ഡ്രോമ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. നമസ്കാരം. എങ്ങനെയുണ്ട് അഭിനയിച്ച സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ? എന്താ പറയുക, ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയും. അഭിനേത്രി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്നൊരു കഥ പറയുന്ന സിനിമയാണ് ബട്ടർഫ്ലൈ ഗേൾ. ബിക്കോസ് അത് ആരോട് തുറന്ന് പറയണം, അത് ആരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊക്കെ സ്റ്റക്ക് ഓൺ ചെയ്യുന്നൊരു കഥയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ റെസ്പോൺസ് പറയട്ടെ. അഭിനേത്രി എന്ന രീതിയിൽ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അതിലൊരു വിജയമുണ്ട്. അതെല്ലാം ഓവർകം ചെയ്ത് വരുന്ന വലിയൊരു കഥ അതിൻ്റെ അകത്തുണ്ട്. ആ സ്ത്രീക്ക് ജീവിക്കാനുള്ളൊരു വലിയൊരു ഫ്രീഡം, അതുപോലെ തന്നെ പിന്നെ ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു മൂവിയാണ്. വലിയൊരു മെസ്സേജാണ് ഈ സിനിമ. അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച അഭിനേതാക്കൾക്കും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും, അതുപോലെ നിങ്ങളുടെ ഐ നീഡ് ഓൾ ദി സപ്പോർട്ട് ആൻഡ് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് അബൌട്ട് ദ മൂവി. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാമിലി ചിത്രമാണ്. അപ്പോൾ പുതുമുഖങ്ങളായതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രതികരണവും ഫീഡ്ബാക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു. നന്ദി. സിനിമയെ പിന്തുണയ്ക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ ബട്ടർഫ്ലൈ ഗേൾ 85 വളരെ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും താങ്ക് യു ആൾ. അസിസ്റ്റന്റാണ്. വല്ലാത്തൊരു എനിക്ക് കരച്ചിൽ വന്നു. ആ കഥാപാത്രം പറയുന്നത് ഇനിയും നല്ല നല്ല പടങ്ങളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ പലപ്പോഴും നേടിയത് വെക്കാറുണ്ട്. കാര്യം ഇപ്പോഴത്തെ കുട്ടികളും അവരുടെ അമ്മമാരും എല്ലാം കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു മെസ്സേജാണ് ഈ സിനിമ. ശരിക്കും കാണണം എല്ലാവരും. പടങ്ങളുണ്ട്. നമ്മുടെ പ്രശാന്ത് മുഖി സാറ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീധന്യ എന്ന് പറയുന്നൊരു പടമാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രേഞ്ചറായിട്ടുള്ള വഴികളിലൂടെ വന്ന് ഡേഞ്ചറും കാര്യങ്ങളായിട്ടുള്ള